നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് സോളാർ സ്റ്റവ്, അതായത് സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റവ്. അതായത് ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒരു ചെറിയൊരു സോളാറിൽ കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു ചെറിയൊരു സ്റ്റൗവിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആയിരിക്കാം മിക്കവാറും ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട് ഈയിടെയായിട്ട്. ഇപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഗ്യാസ് കിട്ടാനില്ലാതെ വന്ന സാഹചര്യത്തിലായിരിക്കാം പക്ഷേ ഒരുപാട് ആളുകൾ ഈ സ്റ്റൗ നമുക്ക് ലഭ്യമാകുമോ, ഇത് നമുക്ക് സാധാരണ നമ്മുടെ സോളാർ പാനലുകളിൽ ഒരു പാനൽ വെച്ചാൽ ഇത് വർക്ക് ചെയ്യുമോ, നമ്മുടെ വീട്ടിൽ ഒരു 100 വാട്ടിൻ്റെ പാനലുണ്ട് അതിനകത്തേക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള സംശയങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുൻപായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ പയ്യന് ഈ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് 220 വോൾട്ട് DC-യിൽ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് സോളാർ പാനലിൽ നിന്നും വരുന്നതും DC ആണ്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറോ അല്ലെങ്കിൽ ബാറ്ററിയോ ഇതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് 220 വോൾട്ട് DC കൊടുത്ത് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇയാൾ ഇത് പറയത്തില്ല, കാരണം ഇയാൾക്ക് പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. ഈ മെസ്സേജ് ഇട്ട ആ പയ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് പരസ്യത്തിൽ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് പരസ്യത്തിൽ നിന്നാണെന്നുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമാണ്. കാരണം ഇപ്പോൾ ഞാൻ സോളാർ പാനലിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റായിട്ട് ഒരു ഉപകരണങ്ങളും വർക്ക് ചെയ്യില്ല എന്നാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം ഈ ഒരു സ്റ്റൗവിൻ്റെ വീഡിയോ തന്നെ ഞാൻ ചെയ്തേക്കുന്നത് നിങ്ങൾക്കറിയാം, നേരിട്ട് ഡയറക്റ്റ് സോളാർ പാനലിൽ നിന്നും കൊടുക്കേണ്ട ഒരു ഉപകരണമായിട്ട് ഞാൻ ഇതിനെ കാണിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും എഫിഷ്യൻസി ഉള്ള പാചകം ഏതാണെന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഡയറക്റ്റായിട്ട് ഇൻഡക്ഷൻ കുക്കർ വേണമെങ്കിൽ നമുക്ക് ഈ സോളാർ പാനലിൽ കൊടുക്കാനായിട്ട് പറ്റും, പക്ഷേ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞാണ്. പക്ഷേ വീണ്ടും ഈ മെസ്സേജ് വന്നുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിനകത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. കാരണം ഇത് ഡയറക്റ്റായിട്ട് ഈ പാനലുകളിൽ ഈ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാലും യൂട്യൂബ് തരുന്ന വരുമാനത്തിനകത്ത് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ അതായത് ഡയറക്റ്റായിട്ട് സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് കുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിക്കവാറും ഉള്ള ആളുകൾ, നമ്മളെ വിളിക്കുന്ന ആളുകൾ, ഇവരുടെ കയ്യിൽ ഒരു 100 വാട്ടിൻ്റെ സോളാർ പാനലാണ് മിക്കവാറും ഉള്ളവരുടെ കയ്യിലിരിക്കുന്നത്. ചിലരുടെ കയ്യിൽ 200, 250 അങ്ങനെയൊക്കെ ഉണ്ട്. കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ 100 വാട്ട് പാനലാണ്. അപ്പം ഈ 100 വാട്ടിൻ്റെ ഒരു പാനലിൽ നമ്മൾ ഈ കോയിൽ കൊടുത്താൽ വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇതിൽ പാചകം ചെയ്യാനായിട്ട് പറ്റും എന്നാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 100 വാട്ടിൻ്റെ ഒരു പാനൽ നമ്മളെടുത്ത് അതിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ, അതായത് 1 ലിറ്റർ വെള്ളം നമ്മൾ 100 വാട്ടിൻ്റെ ഒരു പാനലിൽ കൊടുത്ത് നമ്മളത് വെള്ളം തിളപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ സമയം, അതായത് ഇതിനെല്ലാം ഒരു കണക്കുണ്ട്, 1 മണിക്കൂർ സമയം കൊണ്ട് മാത്രമേ നമുക്ക് ഇത് തിളച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു 100 വാട്ട് പാനലിൻ്റെ പവർ എന്തുമാത്രമുണ്ട്, എത്ര സമയം എടുക്കുന്നു. അതായത് 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ 100 വാട്ട് പാനൽ ഇങ്ങനെ എന്ത് സംഭവം ഉപയോഗിച്ചാലും, ഇൻഡക്ഷൻ കുക്കർ ഉണക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാലും, ഇതുപോലുള്ള കോയിലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഈ 1 മണിക്കൂർ സമയം കൊണ്ട് മാത്രമേ 100 വാട്ടിൽ 1 ലിറ്റർ വെള്ളം നമുക്ക് തിളപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മൾ 1000 വാട്ട് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, അത് സോളാർ പാനൽ നല്ല എങ്ങനെയാണെങ്കിലും 1000 വാട്ട് ഇൻപുട്ട് കൊടുത്താൽ നമുക്കത് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിന് നമുക്ക് തിളപ്പിക്കാനായിട്ട് പറ്റും. ഇതിനെല്ലാത്തിനും ഇതിൻ്റെ പിന്നിൽ ഒരു കണക്കുണ്ട്, ഒരു സയൻസ് ഉണ്ട്. അതനുസരിച്ച് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 1500 വാട്ട് പവറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിത് 1 ലിറ്റർ വെള്ളം തിളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അതേ സ്ഥാനത്ത് നമ്മളൊരു 2000, 2500 വാട്ട് പവറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ നമുക്ക് 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ടെങ്കിലും വെള്ളം തിളച്ചെങ്കിൽ മാത്രമേ നമുക്കത് ശരിക്കും ഉപയോഗപ്രദമുള്ളൂ. അത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാനായിട്ട് നമുക്കങ്ങനെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2000 അല്ലെങ്കിൽ 2500 വാട്ട് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കും. അപ്പോൾ ഇതേപോലെയുള്ളൊരു ഇൻഫ്രാറെഡ് കോയിലാണെങ്കിലും അതല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലും ഏതാണെങ്കിലും ഈ സ്പീഡായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2500 വാട്ട് കൊടുക്കണമെങ്കിൽ എത്ര പാനൽ ഉപയോഗിക്കേണ്ടി വരും? ഈ ഇരിക്കുന്ന പാനൽ 600 വാട്ടിൻ്റെ പാനലാണ്, 50 വോൾട്ടാണ് ഈ പാനൽ വരുന്നത്. ഇത്തരം 2 പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ കോയിൽ, ഈ സംഭവം ഇത് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടത് കോയിൽ നല്ലപോലെ പഴുക്കുകയും ചെയ്യും, നല്ലപോലെ നമുക്ക് ഉപയോഗിക്കാം. ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ പറഞ്ഞ കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് സമയം പോലും എടുക്കില്ല. അതിന് മുമ്പ് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളം തിളച്ചും വരുന്നുണ്ട്. പക്ഷേ ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിൽ നമുക്ക് ഈ 2 പാനലും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് 2 കൊടുക്കുമ്പോഴത്തേക്ക് 100 വോൾട്ടേ മാക്സിമം വരത്തുള്ളൂ. ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടത് 220 വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു 4-5 പാനൽ വരെ കൊടുത്തെങ്കിൽ നമുക്കൊരു ഇൻഡക്ഷൻ കുക്കർ, സാധാരണ ഒരു ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിൽ നമുക്കതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ വോൾട്ടേജ് അതിന് കിട്ടണമല്ലോ. ഈ 4-5 പാനൽ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നല്ല പ്രകാശം ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ മേഘം കയറി പെട്ടെന്ന് മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ചില ഇൻഡക്ഷൻ കുക്കറൊക്കെയാണ് നിന്ന് പോകും. പലതും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം. അത്രയും പാനലുണ്ടെങ്കിൽ നമുക്ക് ഈ കോയിലാണെങ്കിലും, ഇതിൻ്റെ കോയിൽ ഇതിപ്പോൾ നമ്മൾ മുറിച്ചിട്ട കോയിലാണ്, ഇതിൻ്റെ ആണെങ്കിലും കോയിൽ ഒട്ടും മുറിക്കാതെ ഇത് ഫുൾ കോയിൽ നമ്മൾ കൊടുത്ത് 2000 വാട്ട് കൊടുത്ത് നമുക്ക് നല്ല സൂപ്പറായിട്ട് 5 പാനലോ 4 പാനലോ 5 പാനലോ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യും.
അതിനകത്തൊരു സംശയമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 5 പാൽ നമ്മൾ മേടിക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 50,000 രൂപ 60,000 രൂപയ്ക്ക് മുകളിൽ പൈസ മുടക്കേണ്ടി വരും. അപ്പോൾ അത്രയും പൈസ മുടക്കി നമ്മൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു നഷ്ടമാകുമോ എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ചോദിച്ചത്. അതാണ് അതിനകത്ത് ഡയറക്റ്റ് കൊടുക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും പൈസ നമ്മൾ മുടക്കുമ്പോൾ നമുക്ക് എന്നാൽ പിന്നെ ഏതെങ്കിലും ഇത്രയും പൈസ മുടക്കുകയാണല്ലോ, അതിനകത്ത് നമുക്ക് 2 ബാറ്ററിയും കൂടെ വെച്ച് MPPT ചാർജ് കൺട്രോളർ വെച്ച് ചാർജിങ് ചെയ്ത് നമുക്ക് ഇൻവെർട്ടറൊക്കെ വയ്ക്കുകയാണെങ്കിൽ ആ പാനൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമല്ലല്ലോ, നമുക്ക് ഫുൾ ടൈം ഉപയോഗിക്കാമല്ലോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പരസ്യ ലാഭത്തിന് വേണ്ടിയോ എനിക്ക് എന്തെങ്കിലും പ്രത്യേക ലാഭത്തിന് വേണ്ടിയോ അല്ല ഞാൻ അങ്ങനെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. നമുക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ ഫാനും മിക്സിയും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ 3-4 പാനൽ, അതായത് ഏകദേശം 2.5 കിലോവാട്ട് പാനൽ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ബാറ്ററിയുടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. മാത്രമല്ല രാത്രിയിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കറോ എല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ വോൾട്ടേജ് കുറഞ്ഞു പോകുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഈ മേഘങ്ങൾ കയറി കഴിഞ്ഞ് കുറഞ്ഞു പോകുന്ന പ്രശ്നം, ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും വരില്ലാത്തതുകൊണ്ട് നമ്മളത് പറഞ്ഞത് ഇങ്ങനെ ഒരു സിസ്റ്റമായിട്ട് ചെയ്ത് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റമായിട്ട് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളത്, ഏറ്റവും നല്ലൊരു ചോയ്സ് എന്നുള്ള രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ യുദ്ധമാണ്, നിങ്ങൾക്ക് കറണ്ട് എപ്പോഴും ഇല്ല, കറണ്ടാണെങ്കിലും ഇനിയിപ്പം പവർ ഇല്ലാത്ത സമയം കണ്ടുപോകാനും വരും, അന്നേരമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഏതെങ്കിലും രീതിയിൽ കൂടെ നിങ്ങൾക്ക് കറണ്ട് ഇല്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വരില്ല, ഇതുപോലെയുള്ള സ്റ്റൗ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 2 പാനൽ 600 വാട്ടിൻ്റെ ഇതേപോലത്തെ 2 പാനലും മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് പകൽ സമയത്ത് നല്ല വെയിലുണ്ടെങ്കിൽ, വെയിൽ മങ്ങി പോകുന്ന സമയത്ത് നമുക്ക് കുറവായിരിക്കും, നല്ല വെയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഡയറക്റ്റ് കൊടുത്താൽ മതി, വേറെ ബാറ്ററിയോ ഇൻവേർട്ടറോ ഒരു സാധനം ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇത് വെച്ച് ഞാനിതിവിടെ ഉപയോഗിച്ചാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ടും ഒന്നും കൂടി ഇത് വർക്ക് ചെയ്യിപ്പിച്ചോ, ഇതിൽ വെള്ളം തിളപ്പിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുവാണെങ്കിൽ നമ്മളിവിടെ പാനലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, നല്ല വെയിലുമുണ്ട്. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് അടുത്ത വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് എങ്ങനെ തിളയ്ക്കും, എത്ര സമയം കൊണ്ട് തിളയ്ക്കും, എന്തെല്ലാം സാധനങ്ങൾ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത്തരം സ്റ്റൗ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അലുമിനിയം പാത്രമോ അതുപോലെ തന്നെ മൺചട്ടിയോ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിലാണെങ്കിൽ വെക്കാനായിട്ട് പറ്റും. മറ്റേ ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ നമുക്ക് അതിൽ സ്റ്റീൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇൻഡക്ഷൻ കുക്കറാണ് കുറച്ചുകൂടി എഫിഷ്യൻസി ഉള്ളത്. പക്ഷേ ഇതാകുമ്പം പിന്നെ വേറൊരു ഗുണങ്ങളുണ്ട്, നമുക്ക് ഇതിൻ്റെ ഈ പ്രകാശം കുറഞ്ഞു പോയിട്ട് മങ്ങിപ്പോയാലും ഇത് ചെറുതായിട്ട് മങ്ങി ഇതിൻ്റെ ഈ കോയിൽ തെളിയുന്നത് കുറച്ചുകൂടി കുറഞ്ഞു പോകുന്നുള്ള, അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോകുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ ഒന്നുമില്ല. മാത്രമല്ല ഇതിനൊരു 60 രൂപ 600 രൂപ 60 അല്ല കേട്ടോ 600 രൂപ കൊടുത്താൽ ഈ സാധനം കിട്ടും. പിന്നെ ഇതിൻ്റെ കോയിൽ ഇത് കുറച്ച് കട്ട് ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ, ഈ കോയിൽ നമുക്ക് 4 പാനലുണ്ടെങ്കിൽ മാത്രമേ ഇത് ഫുൾ കോയിലിൽ നമുക്കിത് വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിടണം. കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് 1200 വാട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ച് ആ ഒരു സമയം കൊണ്ട് ഇത് സംഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയ 100 വാട്ടിൻ്റെ പാനലൊന്നും ഒരിക്കലും നമുക്ക് ഹീറ്റർ സ്റ്റൗ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഒത്തിരി ആൾക്കാർ മെസ്സേജ് വിടുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, ചെയ്യാനായിട്ട് പറ്റത്തില്ല. മിനിമം നമുക്കൊരു 1000 വാട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു പ്രയോജനത്തിൽ ഇത് നല്ലപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാനത് ചെയ്തപ്പോൾ തന്നെ ഞാനത് പറഞ്ഞാണ്, പഴയ കാലത്ത് പലരുടെയും വീടുകളിൽ 5-6 പാനലുകൾ വെറുതെ ഇരിക്കുന്നതുണ്ട്, അതായത് ഓഫ് ഗ്രിഡൊക്കെ ചെയ്തിട്ട് ബാറ്ററിയൊക്കെ പോയിട്ട് പിന്നെ ഉപയോഗിക്കാതിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് അതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 600 രൂപയ്ക്ക് ഇത്തരത്തിലുള്ളൊരു സ്റ്റൗ മേടിച്ചെന്ന കാര്യം നടക്കുമല്ലോ എന്ന് കരുതി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ ഇതെൻ്റെ ഒരു സെയിലിലുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് കരുതിക്കൊണ്ടാണ് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അതാണ് അതിനകത്ത് വന്നൊരു പ്രശ്നം. അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വാങ്ങിച്ചാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ വേണമെങ്കിൽ 2-3 പാനൽ മേടിച്ചിട്ട് ഇത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നീട് നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് MPPT ചാർജ് കൺട്രോളറും ബാറ്ററിയൊക്കെ മേടിച്ചിട്ട് അതേ പാനൽ തന്നെ നിങ്ങൾക്ക് ഒരു ഓഫ് ഗ്രിഡ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന സോളാർ പാനൽ ഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഏത് രീതി കൂടിയാണ് പറ്റുക, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യമാണ്, 1 ലിറ്റർ വെള്ളം തിളപ്പിക്കണമെങ്കിൽ 0.1 യൂണിറ്റ്, അതായത് 100 വാട്ട് കൊടുത്താൽ 1 മണിക്കൂർ സമയം കൊടുത്തെങ്കിൽ മാത്രമേ ആ വെള്ളം തിളയ്ക്കത്തുള്ളൂ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ടെക്നോളജിയിൽ ഇത് തിളയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ തൃശ്ശൂർ ഉള്ള ഒരു വീഡിയോ ഒരു ചേട്ടൻ എനിക്ക് അയച്ചു തന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 100 വാട്ടിൻ്റെ ഒരു പാനൽ മാത്രമേ വെച്ചിട്ടുള്ളൂ, പിന്നെ ഒരു ചെറിയൊരു ബാറ്ററി ഉണ്ട്, AC-യുടെ കണക്ഷനും ഉണ്ട്. ഇത് 3-ൽ ഏതിലും വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാണ് ഇവരിത് കാണിക്കുന്നത്. അതിനകത്ത് 2 ഇൻഡക്ഷൻ കുക്കറാണ് അവർ ഓടിച്ച് കാണിക്കുന്നത്, ഒരു സിംഗിൾ ബർണറും ഒരു ഡബിൾ ബർണറും. തൃശ്ശൂരുള്ള ഏതോ ഒരു കമ്പനിക്കാർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരാളൊരു വീഡിയോ അയച്ചു തന്നാണ്, ഈ സംഭവം വാങ്ങിച്ചാൽ എങ്ങനെയാവുമെന്ന് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ 100 വാട്ട് പാനലിൽ എങ്ങനെ 2 ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും? ഒരു തരത്തിലും സാധിക്കാത്ത, ഒരു കാരണവശാലും നടക്കാത്ത ഒരു കാര്യമാണത്. പിന്നെ എന്തുകൊണ്ട് അവർ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ കറണ്ടിൽ AC-യിലായിരിക്കും അത് മിക്കവാറും വർക്ക് ചെയ്യിപ്പിച്ച് ആളുകളെ കാണിക്കുന്നത്. ഈ പാനൽ വെറുതെ ഒരു ഷോയ്ക്ക് അതിൻ്റെ പ്രിൻ്റിൽ ഒരു 100 വാട്ട് പാനൽ, ഒരു ഫ്ലെക്സിബിൾ പാനൽ ചെറുതാണ്, അത് വെറുതെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് വെളുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരുടെയൊക്കെ ധാരണ ഇതുപോലുള്ള ഫേക്ക് വീഡിയോകൾ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഈ 100 വാട്ടിൻ്റെ പാനലിൽ ഇത്രയും വലിയ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുമെന്നാണ് ഈ മനുഷ്യർ പാവങ്ങൾ വിചാരിക്കുന്നത്. അത് കണ്ടിട്ടാണ് എന്നെ ആളുകൾ കോൺടാക്ട് ചെയ്യുന്നത്. ചേട്ടാ, എൻ്റെ ഒരു 100 വാട്ട് പാനലുണ്ട്, ഞാനിത് ഇൻഡക്ഷൻ കുക്കറെ കണക്ട് ചെയ്തെന്നാൽ വർക്കാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഈ ഒരു കണക്ക്. 100 വാട്ടിൻ്റെ ഒരു പാനൽ കൊടുത്താൽ
അത് 1 മണിക്കൂർ സമയം കൊണ്ട് മാത്രമേ 1 ലിറ്റർ വെള്ളത്തിനെ തിളപ്പിക്കാനായിട്ട് അതിന് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. ബൈ.